കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. 2 ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിന് ശേഷിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാവം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് പ്രത്യാശയുള്ള ഒരു ലേഖനമാണ്. ഇത് പ്രത്യാശയാണ് ഈ വചനത്തിൽ കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ 4:1 പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ കർത്താവായ ദൈവം ഹല്ലേലൂയ ജഡത്തിൽ എങ്ങനെ കഷ്ടത അനുഭവിച്ചതുപോലെ നാമും ആ ഒരു അനുഭവമായി അത് ആയുധമായി ധരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പറയട്ടെ, ദൈവ പൈതലെ, കർത്താവ് ദൈവം ജഡത്തിൽ എങ്ങനെ കഷ്ടത അനുഭവിച്ചുവോ അതുപോലെ നാം കഷ്ടത അനുഭവിച്ച് ആ സഹിഷ്ണുത നമ്മൾ ഓർത്തുകൊണ്ട് ഓരോ ദിനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിയൊരു മാറ്റമുണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. എന്താണ്? കർത്താവായ ദൈവം നമുക്ക് വേണ്ടി പ്രാണത്യാഗം സഹിച്ച് ക്രൂശിൽ ആ മരണത്തിന് ഇരയായതുപോലെ ആ കഷ്ട അനുഭവം നാം ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അപ്പോൾ ആ കഷ്ടത അനുഭവിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിനകത്ത് പലവിധമായ കഷ്ടതകളും ശോധനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പതറിപ്പോകുവാനല്ല, കർത്താവായ ദൈവത്തെ ഹല്ലേലൂയ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നാം അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവം സഹിച്ച ആ കഷ്ടത ഓർത്തുകൊണ്ട് അതിനെ ധരിച്ചുകൊണ്ട് അതൊരു ആയുധമാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. എന്താണ്? കഷ്ടതയിൽ എൻ്റെ ദൈവം വിജയിച്ച കർത്താവായ ദൈവം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കർത്താവായ ദൈവം, ജയിച്ചിരിക്കുന്ന കർത്താവായ ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് ആ കഷ്ടത ഓർത്തുകൊണ്ട് ഈ ദിനങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ പ്രതിസന്ധികൾ മാറുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വചനത്തിൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തെന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ജഡത്തിൽ കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. ഹല്ലേലൂയ. നാം ഇനി ക്രിസ്തുവിൽ കഷ്ടത അനുഭവിച്ച ഒരു വിശ്വാസിയായി മാറുമ്പോൾ, പ്രത്യാശയുള്ള ഒരു ദൈവമക്കളായി മാറുമ്പോൾ നാം ലോകക്കാരുടെ കൂട്ട് നമ്മൾ ജീവിക്കുവാനല്ല, ലോകത്തിന്റെ മോഹങ്ങൾക്ക് ഇഴുകി ജീവിക്കുവാനല്ല, പിന്നെയോ നമ്മൾ ജീവിക്കേണ്ടത് കർത്താവായ ദൈവത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഴയ മനുഷ്യൻ മാറുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് കർത്താവായ ദൈവത്തിൽ ഒരു പുത്തൻ സൃഷ്ടിയായി നമ്മൾ മാറുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ പറയട്ടെ, ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് അതിന്റെ പിറകെ ഓടാതെ, സമ്പത്തിന് വേണ്ടി അധിക സമ്പത്തിന് വേണ്ടി ഓടാതെ, ദൈവം തരുന്ന നന്മ നല്ലതാണ്, അത് നല്ലതാണ്. നമുക്ക് അത് ദൈവം തന്ന നന്മ നമ്മൾ അനുഭവിക്കുവാൻ തക്കവണ്ണം നാം അർഹതയുള്ളവരാണ്. എന്നാൽ അതിൻ്റെ മേളിലൂടെ ഒരു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ പോകരുത്. അത് തെറ്റാ. അത് ദൈവം അനുവദിക്കുന്നില്ല. ദൈവം തന്ന അനുഗ്രഹങ്ങൾ അനുസരിച്ച് ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവായ ദൈവം
നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തരുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന്റെ മോഹങ്ങൾക്ക് ഓടുവാനല്ല, ഇനി നിങ്ങൾ ഓടിയത് മതി, നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ പത്രോസ് തൻ്റെ വിശ്വാസികളോട് പത്രോസ് പറയുന്നുവെങ്കിൽ, നമ്മുടെയും ജീവിതത്തിനകത്ത് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടാതെ ഇനി കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ കർത്താവായ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടോടേണ്ട ഏറ്റവും ആവശ്യമാണ്. പിന്നെ നമ്മൾ പാപത്തിലേക്ക് കടന്നു പോകരുത്. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുക, നാം ദൈവത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുക. ഈ ദിനങ്ങൾ കർത്താവായ ദൈവം കഷ്ടത അനുഭവിച്ചതുപോലെ ഈ ദിനങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ആ കഷ്ടത ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിലനിന്നുകൊണ്ട് ഈ ദിനങ്ങൾ ഞാൻ മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.